പ്രിയപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം. എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തിരുനബിയെക്കുറിച്ചുള്ള എൻ്റെ അറിവിനെ പറ്റിയാണ്. എൻ്റെ അറിവിൽ പെട്ടെടുത്തുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെപ്പറ്റിയും പറയാം. ഞാൻ ഒരു കഠിനമായിട്ടുള്ളൊരു മതവിശ്വാസിയോ അല്ലെങ്കിൽ എൻ്റെ മതത്തെപ്പറ്റി പ്രബോധകനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ വളരെ ഒരു എളിയ ഒരാൾ, സാധാരണ സ്നേഹമുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ. എൻ്റെ വിശ്വാസവും എൻ്റെ സ്നേഹവും എൻ്റെ കവിതയും എൻ്റെ സംഗീതവുമൊക്കെ എൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നു. ഞാനത് മനുഷ്യർക്ക് വേണ്ടി പുറത്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. തിരുനബിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ചിന്ത എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ്റെ അവതാരത്തിന് മുമ്പുള്ള ആ ഒരു സന്ദർഭമാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വിഷയം. വിശുദ്ധ തിരുമേനി നബി ഇവിടെ ദീർഘമായ തപസ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ 41 ദിവസം ഹിറ ഗുഹയിൽ അദ്ദേഹം തപസ്സിരുന്നതിന് ശേഷം കാണുന്ന ഇബ്രിയൽ മലക്കിൻ്റെ ഉപദേശത്തിൽ നിന്നാണ് ഈ വിശുദ്ധ ഖുർആൻ്റെ അവതാരം. അങ്ങനെയൊരു സിദ്ധി അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണം ആ തപസ്സാണ്. എപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള എൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്കും ഇതിനൊക്കെ കാരണം, നന്മയ്ക്കൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഏകാഗ്ര തപസ്സും സ്നേഹത്തിൽ മുങ്ങി നിൽക്കുന്ന ബുദ്ധിയും കാവ്യബോധവും ഒക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഞാൻ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 2 അധ്യായവും അവസാനത്തെ അധ്യായവും ആണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. എനിക്ക് ആ അധ്യായങ്ങളുടെ പേര് ഓർമ്മയില്ല. ഞാനതിനെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഗാനങ്ങളാക്കിയിട്ടുണ്ട്. അത് കീർത്തനങ്ങളാക്കുകയും എൻ്റെ സ്ഥാപനത്തിൽ കലാകേന്ദ്രത്തിലൂടെ അത് കച്ചേരിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പ്. അത് കുറേ 10-30 കൊല്ലം മുമ്പാണ്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. എപ്പോഴും എനിക്ക് മറ്റുള്ള മതങ്ങളോടും ഒക്കെ എപ്പോഴും സ്നേഹത്തിലും മനുഷ്യൻ്റെ നന്മ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ ഉള്ളത്. കാരുണ്യവാനായ പ്രബോധനത്തിൻ്റെ അന്ത്യപ്രവാചകനായുള്ള തിരു മുഹമ്മദ് നബി മലയാളികൾക്കൊക്കെ പ്രിയങ്കരനാവുന്നത് എന്നെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രബോധനങ്ങളിലെ ആ സ്നേഹവും കാരുണ്യവും ഒക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ ഒന്നും തടസ്സമല്ല. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും അതിൻ്റെ നന്മകളെ മനസ്സിൽ കൊണ്ടു നടക്കാനും എനിക്ക് ഒരു പ്രയാസമില്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇസ്ലാം മതത്തിലെ ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് ഇന്നലാഹ മഹസ്വാബിരിയൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നലാഹ മഹസ്വാബിരിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷമയാണ്. ആ ക്ഷമ ഉള്ളവരുടെ മാത്രമേ അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുള്ളതാണ്. ആ ക്ഷമ എന്ന് പറയുന്നത് എനിക്ക് ഒരു പാഠമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷമ എന്നുള്ള എൻ്റെ വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല രീതിയിലുള്ള അർത്ഥവ്യാപ്തി എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് വിശുദ്ധ നബിതിരുമേനിയുടെ ആ വാക്കിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഇന്നലാഹ മഹസ്വാബിരിനിൽ നിന്നാണ്. അത് ഞാൻ കേട്ടത് അന്തരിച്ചു പോയിട്ടുള്ള തങ്ങളുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇതിനെപ്പറ്റി. ഞാൻ അദ്ദേഹത്തോട് ഗീതയെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം എന്നോട്
ഇതുപോലുള്ള തത്വങ്ങളെപ്പറ്റി സംസാരിച്ചു. അതെനിക്ക് എൻ്റെ ഉള്ളിൽ കൊണ്ടു. ഞാനൊരു ചലച്ചിത്രത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്തരം കാര്യങ്ങൾ എനിക്ക് കഴിയാവുന്ന സ്ഥലത്തെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഏകാഗ്രമായ തപസ്. ആ തപസ് എന്നുള്ളത് എല്ലാ വിശുദ്ധന്മാർക്കും ഉള്ളതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശുദ്ധിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അമൂല്യമായ ഗ്രന്ഥസംഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ പോലുള്ള ആ വലിയ മഹത് ഗ്രന്ഥമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മലക്കുകൾ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടുള്ളത് ആ തപസ്സിന് ശേഷമാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ തപസ് എല്ലാ മതങ്ങളിലും എല്ലാവർക്കും ഉണ്ട്. അത് യേശുവിനായാലും സാക്ഷാൽ പരമശിവനായാലും ഒക്കെ തപസ്സിൽ നിന്നാണ് ദൈവങ്ങളായിട്ട് കൊണ്ടാടപ്പെടുന്ന ദൈവങ്ങൾ വരെ തപസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള ശിവനെ തപസ്വിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഹിമാലയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തപസ്ഥലമാണ്. ആ ഹൈമവതി എന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ പത്നി. അങ്ങനെ എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനമായിട്ട് തപസ്യ ആണ് ഏറ്റവും പ്രധാനം. ആ മഹാതപസ്യയിൽ നിന്ന് മാത്രമാണ് മഹാഗ്രന്ഥങ്ങളും വേദങ്ങളും തത്വങ്ങളും ഉണ്ടാകുന്നത്. ആ തത്വത്തിന് നമ്മുടെ മലയാളം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ട കാര്യം, കേരളം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ട വിഷയം വിശുദ്ധ നബി തിരുമേനിയുടെ തിരുനബിയുടെ ആ ചര്യകൾ, തിരുനബിയുടെ ഉപദേശങ്ങൾ, തിരുനബിയുടെ ജീവിതം, ഇതൊക്കെ മലയാളികൾ ഇനിയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റുള്ള മതക്കാർ കൂടി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അപ്പം മതവിശ്വാസികൾ മാത്രമല്ല, മതവിശ്വാസികൾക്ക് അത് വേണമല്ലോ. അല്ലാതെ അന്യമതസ്ഥരായിട്ടുള്ള, അങ്ങനെ അന്യമതമൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. എനിക്കങ്ങനെ എല്ലാവരും ഒന്നാണ്. ഞാൻ എൻ്റെ മുദ്രകൾക്കിപ്പോൾ എൻ്റെ മുദ്രകൾ ഞാൻ സ്വീകരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുദ്രകളെ ഒരു തരത്തിലും മതമുദ്രകളെ ഞാൻ പരിഹസിക്കാറില്ല. എല്ലാം എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ വിശേഷം അതാണ്. ഞാൻ എല്ലാ മതങ്ങളെയും എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. അതിനെല്ലാം ഞാൻ സ്വാംശീകരിക്കുന്നു. എൻ്റെ കവിതകളിലും എൻ്റെ ഗാനങ്ങളിലും വരെ ഞാൻ ഉപയോഗിക്കുന്നു. അത് മനുഷ്യർക്കായിട്ട് സമർപ്പിക്കുന്നു. അത് നദി മഴയിൽ നിന്ന് സമുദ്രം മഴയുണ്ടാക്കുകയും മഴ പെയ്ത് പുഴ ഒഴുകുകയും ആ പുഴ ജനങ്ങളിലേക്ക് ഒഴുകുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ ആ പ്രകൃതിയുടെ സന്തുലനം ഉണ്ടാകുന്നത്. അതേപോലെ ആ മഹാസമുദ്രത്തിൽ നിന്ന്, പ്രകൃതിയുടെ മഹാസമുദ്രത്തിൽ നിന്ന്, മഹാതപസ്സിൽ നിന്ന് ലഭിക്കുന്ന വളരെ ഉത്കൃഷ്ടമായ വിഷയങ്ങൾ ധരിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള തിരുനബിയെ പോലുള്ള മഹത് വ്യക്തികളെന്നല്ലാതെ ഒക്കെ തപസ്വികളായിട്ടുള്ള മഹാതാപസന്മാർ, മഹാപ്രബോധകർ, അവർ സമൂഹത്തിന് എപ്പോഴും ആവശ്യമുള്ളതാണ്. അവരെപ്പോലുള്ള ഒരു ചര്യ നമുക്കും ഉൾക്കൊള്ളാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതുമാത്രമാണ് ലോകത്തെ രക്ഷിക്കുന്നത്. അതൊന്നല്ല, ഏത് മതത്തിൽ നിന്നായാലും ഉൾക്കൊള്ളേണ്ടവ നന്മകളാണ്, കാരുണ്യം, സ്നേഹം ഒക്കെയാണ്. പ്രബോധനങ്ങളുടെ പല ദിക്കിലും എവിടെയെങ്കിലുമൊക്കെ വേറെ വഴിമാറിപ്പോയിട്ടുള്ള വാക്കുകളുണ്ടാവാം. പക്ഷേ ആ വാക്കുകൾ പിടിച്ചിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു രീതിയല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ഉദ്ബോധനം എന്താണെന്ന് പഠിക്കുകയും ആ ഉദ്ബോധനത്തെ സ്വാംശീകരിക്കുകയും അത് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പുഴയായിട്ട് ഒഴുകുകയും അത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി സാന്ത്വനം കൊടുക്കുകയും ഒരു പച്ചപ്പ് നൽകുകയും ചെയ്യുന്ന വിശുദ്ധമായ ഒരു യജ്ഞം നമ്മൾ ഇനിയും തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ് ഞാൻ പറഞ്ഞത്. മതത്തെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ സമീപിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനമാണ് എനിക്ക് പറയാൻ. ഞാനൊരു സാധാരണ വിശ്വാസിയായിട്ടുള്ള, ഈശ്വരവിശ്വാസിയായിട്ടുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന, നന്മയിൽ വിശ്വസിക്കുന്ന, കാരുണ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ
തിരുനബിയെ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള ധാരണ മലയാളികൾക്ക് ഇനിയും ഇനിയും കൂടുതൽ ആഴത്തിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞാൻ ഒരു 7-8 ഗാനങ്ങൾ നബിചര്യയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 8-10 ഗാനങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് 8 എണ്ണം മറ്റ് പലരെ കൊണ്ട് പാടിക്കുകയും ചെയ്തിട്ടുള്ള ഡിസ്ക് ഉണ്ട്. എൻ്റെ കയ്യിലില്ല. പക്ഷെ അത് പിന്നെ ഒരു വിദേശ മലയാളി ആയിട്ടുള്ള സ്ത്രീകളാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയും ഞാനും പാടിയിട്ടുണ്ട് അതിൽ. അന്ന് എനിക്കിപ്പോൾ പാടാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിയുന്നത്ര എല്ലാം ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും പറ്റി പാടാനും എല്ലാറ്റിനെയും പറ്റി സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമാവണേ, എൻ്റെ മനസ്സ് സാന്ദ്രമാവണേ, എൻ്റെ മനസ്സ് ഉദ്ബോധനങ്ങളിൽ പ്രബോധനങ്ങളിൽ ആകർഷണമാവണേ, എൻ്റെ മനസ്സ് സ്നേഹമസൃണമാവണേ, കാരുണ്യപൂർണ്ണമാവണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആ പ്രബോധനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള എൻ്റെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ അർച്ചനയും, മനസ്സുകൊണ്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള അർച്ചനയും ഞാൻ നബി തിരുമേനിയിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.